നമസ്കാരം. ബലമായി ഒഴിപ്പിച്ചാലും വീണ്ടും വീണ്ടും കൂടിച്ചേരുന്ന സംഘം. ഈ ജനസഞ്ചയം ഇന്ത്യയിലെ ഏതെങ്കിലും സംഘടിത രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് വന്ന ആൾക്കൂട്ടമല്ല. സർക്കാർ സംവിധാനത്തിൻ്റെയോ മോദി മോദി എന്ന് ആർപ്പ് വിളിച്ച് മംഗളപ്പാട്ട് പാടിക്കൊണ്ട് മുന്നോട്ട് പോകാനോ എത്തിയതല്ല. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന BJPയും കേന്ദ്ര സർക്കാരും കടലാസ സംഘടനയെന്നും മറ്റും വിളിച്ച് ആക്ഷേപിച്ച് ഒതുക്കാൻ നോക്കിയ യുവാക്കളുടെ നേതൃത്വം രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധിക്കാൻ എത്തിയതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നിരാഹാരം കിടക്കുന്ന സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ഒഴിപ്പിക്കാനും അടിച്ചു പൊളിച്ച് സമരക്കാരെ പറഞ്ഞുവിടാനും സമരപ്പന്തലിടിച്ച് നിരത്താനും ഇറങ്ങിയ മോദി പോലീസും സർക്കാരും അന്തിച്ചു നിൽപ്പാണ്. അഭിജിത്ത് ദീപ്കയും സംഘവും രാത്രിയോടെ അതേ സ്ഥലത്ത് തിരിച്ചെത്തി. സകല കുതന്ത്രങ്ങളും പൊളിഞ്ഞു പാളീസായിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ തോന്നിയവാസങ്ങളുടെയും പുതിയ തൊഴിൽ നിയമത്തിന്റെ തുടർച്ചയായി യുവാക്കളെ തോന്നിയ പോലെ പിരിച്ചുവിട്ട് തെരുവിലേക്ക് ഇറക്കി വിടുന്ന തോന്നിയവാസ നയങ്ങളുടെയും ഫലമായി രാജ്യത്ത് അലയടിക്കുന്ന രോഷം ഡൽഹിയിൽ പ്രതിഫലിക്കുന്ന കാഴ്ചയാണ്. ഭരണകൂടത്തിന്റെ കോട്ടകൊത്തലങ്ങളെ വിറപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും എന്ന പ്രഖ്യാപനത്തെ നേരിടാനാണ് ഡൽഹി പോലീസ് അടിച്ചമർത്താനുള്ള നടപടിയുമായി മുന്നോട്ട് വന്നത്. കേന്ദ്ര സർക്കാരിന്റെ കുതന്ത്രത്തിൽ പക്ഷേ യുവാക്കൾ വീണില്ല. മാർച്ചിന് ആഹ്വാനം നൽകിയത് പതിവ് പോലെ ആദ്യം പുച്ഛിച്ചു നൽകിയ പോലീസ്, കേന്ദ്ര സർക്കാർ ഒക്കെ ഡൽഹിയിലെത്തിയ യുവതയുടെ കാഴ്ച കണ്ട് അന്തം വിട്ടു. ഇന്ത്യയിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തത്രയും വലിയ ജനക്കൂട്ടം പോലീസിനെ പോലും അന്തിപ്പിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണറെ മാറ്റി തൊട്ടു പിന്നാലെ മഫ്തിയിലെത്തിയ പോലീസ് നിരാഹാരം കിടന്ന സോനം വാങ്ചുക്കിനെ ബലമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് രാജ്യമെങ്ങും പ്രതിഷേധം ഇരമ്പിയാർത്തു. ഡൽഹിയിലെ സകലയിടത്തും പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് സംവിധാനങ്ങൾ രംഗത്തിറങ്ങി. എന്നാൽ വിദ്യാർത്ഥികൾ സകല വഴികളിലൂടെയും ഇരച്ചെത്തുകയായിരുന്നു. യുവാക്കൾ, മുതിർന്നവർ പോലും ഇരച്ചെത്തുകയായിരുന്നു. പ്രതീക്ഷിച്ചതിലും വലിയ പ്രതിഷേധം മൂലം പോലീസ് പ്രവർത്തനം സ്തംഭിച്ച അവസ്ഥയിലായി. സർക്കാർ അനുകൂല മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്ന് സമരം പൊളിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ജന്തർ മന്ദിർ സമരവേദിയിലെത്തിയ ഗോദി മീഡിയകൾ ഒന്നാകെ സമരത്തിനെതിരെ നിരന്തരം വാർത്തകൾ നൽകി. സി ന്യൂസ്, NDTV, ABP, റിപ്പബ്ലിക് TV, ആജ് തക് തുടങ്ങിയ പ്രധാന BJP അനുകൂല ചാനലുകളെല്ലാം കൂട്ടത്തോടെ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ സമരപ്പന്തലിൽ അവർ തിരിച്ചു ചോദ്യശരങ്ങളെ നേരിട്ടു. സോഷ്യൽ മീഡിയ കത്തി. ഗോദി മീഡിയ ഗോ ബാക്ക് വിളികൾ മുഴങ്ങി. അവർക്ക് തലകുനിച്ച് മടങ്ങേണ്ടി വന്നു. അതിനിടയിൽ സമരക്കാരെ പേടിച്ച് പ്രധാനമന്ത്രിക്ക് മടങ്ങേണ്ടി വന്നു വാർത്തകളും പുറത്തു വന്നു. സർക്കാരിനാകെ നാണക്കേടായ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങളടക്കം. പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പ്രധാനമന്ത്രി തിടുക്കത്തിൽ മടങ്ങിയത് ഗോദി മീഡിയകൾ മുഖ്യെങ്കിലും സോഷ്യൽ മീഡിയകളിൽ കത്തിപ്പടർന്ന വാർത്തയായി. പ്രക്ഷോഭകർ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കയറും എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടതോടെ മോദിയുടെ വാഹനവ്യൂഹം തിടുക്കപ്പെട്ട് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയത്രേ. പ്രധാനമന്ത്രിയെ മാറ്റിയതോടെ സമരക്കാരെ കടുത്ത നടപടികളിലൂടെ നേരിടാൻ തീരുമാനിച്ച പോലീസ് നിലയുറപ്പിച്ച് രംഗത്തെത്തി നടപടി കൈക്കൊള്ളുകയായിരുന്നു. പോലീസ് നടപടിക്ക് ശേഷം കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാം എന്നാണ് സർക്കാർ കരുതിയത്. എന്നാൽ ആദ്യം സമരപ്പന്തലിൽ നിന്ന് സോനം വാങ്ചുക്കിനെ ഒഴിപ്പിച്ചിട്ടും പിന്നാലെ സമരപ്പന്തലും സമരക്കാരെയും നീക്കിയിട്ടും പോലീസിന് സമരം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. സമരവേദിയിൽ നിന്ന് വൈകിട്ട് ഒഴിപ്പിച്ച CJP നേതാക്കൾ ഇന്നലെ രാത്രിയോടെ തിരിച്ചെത്തി എന്നതാണ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. അഭിജിത്ത് ദീപ്കയും സംഘവും രാത്രിയോടെ അതേ സ്ഥലത്ത് തിരിച്ചെത്തി. ജന്തർ മന്ദിറിലെ നാടകീയ രംഗങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് സർക്കാർ. വൈകിട്ട് ലാത്തിച്ചാർജും പോലീസ് നടപടികളും കഴിഞ്ഞ് സമരക്കാരെ തുരത്തിയെന്ന് സമാധാനിച്ചിരിക്കുകയാണ്. പുലർച്ചെയോടെ പോലീസിനെയും സർക്കാരിനെയും അന്തിപ്പിച്ചുകൊണ്ട് അഭിജിത്ത് ദീപ്കയും സംഘവും കരുത്തോടെ തിരിച്ച് സമരം പുനരാരംഭിച്ചിരിക്കുന്നത്. പോലീസ് പൊളിച്ച സ്റ്റേജിൽ സമരക്കാർ തിരിച്ചെത്തിയെന്ന് ബാനറുകൾ സ്ഥാപിച്ചു. മുദ്രാവാക്യങ്ങൾ, വിളികൾ അവിടെ മുഴങ്ങുകയാണ്. വൈദ്യുതി നേരത്തെ പോലീസ് വിച്ഛേദിച്ചതിനാൽ ഇരുട്ടത്തുള്ള സമരം അതെങ്കിലും ഞങ്ങൾ നടത്തും എന്നുള്ള ഉറച്ച നിലപാടിലാണ് അവർ. സമരം പുനരാരംഭിക്കും മുമ്പ് സർക്കാർ സമരം തീർക്കാൻ തിരക്കിട്ടൊരു നീക്കം ഇന്നലെ നടത്തിയിരുന്നല്ലോ. അത് JP നദ്ദയുടെ നേതൃത്വത്തിലുള്ള ചർച്ച വഴിയായിരുന്നു. എന്നാൽ തൽക്കാലത്തേക്ക് ഒരു ചർച്ച നടത്തി ആളുകളെ പിരിച്ചുവിട്ട് തടി കൈച്ചലാക്കാനുള്ള നീക്കം പക്ഷേ പൊളിഞ്ഞു. അതോടെ സമരക്കാരുടെ നീക്കങ്ങൾ, അവരുടെ അടുത്ത ഘട്ടം അവർ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. രാജ്യത്തെ യുവജനങ്ങളുടെ പ്രതിഷേധത്തെ എത്ര നാളിങ്ങനെ അവഗണിക്കാനും തല്ലിത്തീർക്കാനും കഴിയും? ഒരു സമരത്തെ പോലീസ് നടപടികളിലൂടെ അടിച്ചമർത്താൻ കഴിയുമെങ്കിലും അതിന് കാരണമായ ജനരോഷത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ? രാജ്യത്തെ പാർലമെന്ററി പ്രതിപക്ഷത്തിന് ഉയർത്താനാകാത്തത്രയും കരുത്തുള്ള, അതിനധികം സർക്കാരിന് ആഘാതമുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. തെരുവിൽ അസാധാരണമായ കനപ്പെട്ട ചോദ്യങ്ങളുമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യുവത പിന്നിൽ അണിനിരക്കുന്നത്. CJP ഉയർത്തുന്നത് ചെറിയ വെല്ലുവിളിയല്ല. പാർലമെന്റ് സമ്മേളനം കൂടുമ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ശബ്ദമായി പാർലമെന്റിൽ ഒരു അംഗം പോലുമില്ലാത്ത, പാർട്ടി പദവികൾ പോലുമില്ലാത്തൊരു യുവജന സംഘടന ഈ ഘട്ടത്തിൽ മാറിക്കഴിഞ്ഞു. CJPയുടെ യുവജന പ്രക്ഷോഭം ഒരു വിദ്യാഭ്യാസ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പരീക്ഷാ ക്രമക്കേടുകൾ, തൊഴിലില്ലായ്മ, ഭരണപരമായ ഉത്തരവാദിത്തക്കുറവ്, യുവാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നാണ് പ്രതിഷേധം മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെ സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളും പരിഹസിച്ചു വിട്ടു എങ്കിലും അവരുടെ നേതൃത്വത്തിൽ ഉള്ള രാഷ്ട്രീയത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള, രാജ്യം നേരിടുന്ന
പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളുടെ തുടർച്ചയായി അവരുടെ ചോദ്യങ്ങൾ പരുവപ്പെട്ടുവെന്ന് ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴിതാ ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും ഭരണകൂട ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള നീക്കവും ചർച്ച ചെയ്യപ്പെടുകയാണ്. ജെൻസി ഒന്നാകെ അലയടിച്ചെത്തുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്ര വലിയൊരു കൈവിട്ട പ്രക്ഷോഭത്തെ അഭിമുഖീകരിക്കുന്നത്. കർഷക പ്രക്ഷോഭമടക്കം മുൻ അനുഭവങ്ങൾ അവിടെ നിൽക്കുന്നുമുണ്ട്. അതിന്റെ തുടർച്ചയായി സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുടെ വ്യക്തത നമ്മുടെ മുമ്പിലുണ്ട്. ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നത്. പക്ഷേ ഈ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാമൂഹിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരുമായ നിരവധി പേർ രംഗത്തെത്തി. സോനം വാങ്ചുക്ക്, സാമൂഹിക പ്രവർത്തകനായ സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതോടെ വിഷയം ദേശീയ ശ്രദ്ധയിലെത്തി. ഒടുവിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും സമരവേദി പൊളിക്കുകയും ചെയ്ത് തടി തപ്പാമെന്ന് സർക്കാർ കരുതി. പക്ഷേ സർക്കാരിനെ കൂടുതൽ കുഴപ്പിക്കുന്ന പ്രതിഷേധമായി അത് പരിണാമപ്പെടുകയായിരുന്നു. നാടൊന്നാകെ ഡൽഹിയിലേക്ക് എത്തി. സകല മേഖലയിലെയും പ്രമുഖർ ഇരച്ചെത്തി. രാഷ്ട്രീയ പക്ഷപാതിത്വത്തിനപ്പുറത്തേക്ക് വ്യക്തികൾ, സെലിബ്രിറ്റികൾ ഒക്കെ അവർക്ക് പിന്തുണയുമായി എത്തി. സൂപ്പർ താരങ്ങളും നായകബിംബങ്ങളും ഭരണപ്പാട്ട് പാടി അപ്പുറത്ത് അഭിരമിക്കുമ്പോൾ വില്ലന്മാരും രണ്ടാം തരക്കാരും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ സമരക്കാർക്കൊപ്പം, ഇന്ത്യൻ യുവതയുടെ പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒപ്പം സർക്കാരിനെതിരെ നിലയുറപ്പിച്ചു. പ്രകാശ് രാജും പാർവതി തിരുവോത്തും രഞ്ജിനി ഹരിദാസും വരെയുള്ളവർ സമരക്കാർക്ക് കൈകൊടുത്തു. അവരെ എന്തൊക്കെ തലത്തിൽ ആക്ഷേപിച്ചാലും സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടത്തിയാലും ഒന്നും പിന്മാറാത്ത വിധം ഉറച്ച നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രതിഷേധത്തോടുള്ള ഈ ക്രൂരത കണ്ടു നിൽക്കാനാകില്ലെന്ന് രാജ്യം ഒന്നാകെ പറഞ്ഞു. രാഷ്ട്രീയ പക്ഷപാതിത്വത്തിനപ്പുറത്താണ് കോക്രോച്ച് ജനതാ പാർട്ടിയുള്ള അനുഭവമെന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് പ്രതിഷേധത്തിലേക്കുള്ള ഒരു സൂചകമായിരുന്നു. ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യമാണ്. അത് പാർട്ടി ബേസ്ഡോ ഒന്നുമല്ല, ഞാൻ കണ്ട കാര്യമാണ്. ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാര്യമാണ്. ഈ ലാത്തി ചാർജ് നടക്കുന്ന സ്ഥലത്ത് ഞാനും ഉണ്ട്. ഈ അടി എനിക്കും കൊള്ളാമായിരുന്നു. ഞാൻ തെറ്റിയൊരു സ്ഥലത്ത്, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി. അവരവിടെയും ഇവിടെയും കോഡൗൺ ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് പെട്ടുപോയി. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാതെ. അതുകൊണ്ട് എന്താ പതുക്കെ ഇതിനകത്ത് സ്റ്റക്കായ ആൾക്കാരൊക്കെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തായിരുന്നെങ്കിൽ സംസദിലേക്ക് കുറച്ച് ആൾക്കാർ നടക്കാൻ നോക്കി, കുറച്ച് പ്രഷർ ഇടാൻ നോക്കിയപ്പോൾ അവരെയൊക്കെ എന്തൊക്കെയാ ചെയ്തത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വാട്ട് ഡിഡ് യു തിങ്ക്? ഇത് പീസ്ഫുൾ ആയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതിനെ അവരാണ് വന്ന് വയലന്റ് ആക്കിയത്. രാത്രി കല്ലും നിറച്ചുള്ള ഒരു ലോറി അവർ തന്നെ ഈ പ്രൊട്ടസ്റ്റ് ഒരു അൺവാണ്ടഡ് എലിമെന്റ്സിനെ പ്ലാന്റ് ചെയ്ത് എറിയിപ്പിക്കുന്നു. എന്നിട്ട് ഇവർ വയലന്റ് ആയി എന്ന് പറഞ്ഞ് തിരിച്ചിവരെ അടിക്കുന്നു. ഇതെന്താണ് വെള്ളരിക്ക പൊട്ടനോ? സോ സാഡ്. ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതോ എതിരെ പറയുന്നതോ ഭരിക്കുന്ന പാർട്ടിയോ അല്ല, അവരുടെ നിലപാടിനെയാണ്. അതാരായാലും ആ നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പറയുന്നത് എന്തിനാ ഭയപ്പെടേണ്ട? നിലപാട് പറയാൻ ആരും ഭയപ്പെടരുത്. യുവാക്കളോടും അടിസ്ഥാന മനുഷ്യനോടും ഒപ്പം നിൽക്കുന്നവരൊന്നാകെ നിന്നിടത്ത് നിന്നോ ഡൽഹിയിൽ പോയോ ഒക്കെ സമരക്കാർക്കൊപ്പം ഐക്യദാർഢ്യവുമായി നിലയുറപ്പിച്ചു, നിലപാട് പ്രഖ്യാപിച്ചു. പേടിച്ചു തൂറികൾ വീണ വായിച്ചു. എന്തായാലും പതിവ് മോദിസ്റ്റ് പരിപാടികളൊന്നും ഇവിടെ ചെലവായില്ല, ഇനിയും ചെലവാകില്ല എന്നർത്ഥം. സമ്മർദ്ദം ശക്തമായതോടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ നേതൃത്വത്തിൽ CJP പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്കിറങ്ങി തിരിച്ചത്. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ, സമരം അവസാനിപ്പിക്കണം എന്ന് സർക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും അവർ അത് അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാനായിരുന്നില്ല ഇറങ്ങിത്തിരിച്ചത്. വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഉറപ്പ് മാത്രമാണ് നഡ്ഡയിൽ നിന്ന് കിട്ടിയത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ സമരത്തെക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. മൂപ്പരിപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രായം വെച്ച് യുവാക്കളെ പരിഹസിക്കാനും തമാശയും പറഞ്ഞ് നടപ്പാണ്. സർക്കാർ യഥാർത്ഥ നടപടി സ്വീകരിക്കാതെ വെറും ചർച്ചകൾ കൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കാനാകില്ല. സോനം വാങ്ചുക്കിന്റെ മോചനം, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നിവയാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ. അതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല CJPയും യുവ ജനതയും. കേന്ദ്ര സർക്കാരിനെ BJPയെ ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ഇന്ന് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം ഈ മട്ടിൽ കുത്തഴിഞ്ഞു കിടക്കുന്നതിനുള്ള ഉത്തരവാദിത്തം BJP സർക്കാരിനുണ്ട്. ഈ കാലത്ത് അതിന്റെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനും ധർമ്മേന്ദ്ര പ്രധാനും ഉണ്ട്. ദേശീയ തലത്തിൽ നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകൾ, പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷ ഉൾപ്പെടെ പരീക്ഷകളെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ, വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള വിശ്വാസം തകർത്ത സാഹചര്യം, ഇതാണ് അടിസ്ഥാന പ്രശ്നം. അതിൽ നടപടി ആവശ്യമാണ്. CJP സർക്കാരിന് മുന്നിൽ വെച്ച 5 ആവശ്യങ്ങൾ നോക്കുക. 1 ഇതുതന്നെയാണ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. 2 പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തുക. 3 വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും ഉത്തരവാദിത്വക്കുറവിനും വിരാമമിടുക. ഏറ്റവും പ്രധാനപ്പെട്ട 4ഉം 5ഉം 2 പോയിന്റുകളാണ്. അതായത് 4ാമത്തേത് പരീക്ഷാ സമ്മർദ്ദത്തിൻ്റെയും ക്രമക്കേടുകളുടെയും പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും നീതിയും ഉറപ്പാക്കുക. ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പരീക്ഷാ ക്രമക്കേടുകളും സർക്കാരിൻ്റെ പിടിപ്പുകേടുകളും ഉണ്ടാക്കിയ സമ്മർദ്ദം മൂലം 93 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇന്ത്യ ടുഡേ ഒടുവിൽ പുറത്തുവിട്ട കണക്ക്. ഈ വർഷം മാത്രം 12 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അവർക്കാണ്, അവരുടെ ജീവിതത്തിനാണ്, അവരുടെ ബാക്കിയായ കുടുംബത്തിൻ്റെ ജീവിതത്തിനാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. ഇനി 5ാമത്തേത്
ഇനി ഭാവിയിൽ BJP ഏറ്റവും വലിയ കുരുക്കിലാക്കാൻ ഇടയുള്ള പ്രതിസന്ധിയാണ് യുവാക്കളുടെ തൊഴിൽ, വിദ്യാഭ്യാസ ഭാവി സംബന്ധിച്ച വ്യക്തമായ നയം പ്രഖ്യാപിക്കുക എന്നത്. അടുത്ത കാലത്ത് കേന്ദ്രം ഒരു നയം പ്രഖ്യാപിച്ചിരുന്നു, കേന്ദ്രത്തിന്റെ പുതിയ തൊഴിൽ നയം. അതിന്റെ തുടർച്ചയായി രാജ്യത്തെങ്ങുമുള്ള നഗരങ്ങളിലെ വൻകിട കമ്പനികൾ കയ്യും കണക്കുമില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്വമില്ലാതെ ജീവനക്കാരെ തെരുവിലേക്ക് പറഞ്ഞു വിടുകയാണ്. കേന്ദ്ര തൊഴിൽ നിയമത്തിന്റെ ബലത്തിൽ ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന ഉറപ്പിൽ ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ കെയ്റോ ഹെൽത്തിലെ നടപടി കേരളത്തിൽ വലിയ ചർച്ചയായതാണ്. അത് നിങ്ങളുടെ ഓർമ്മയിലും ഉണ്ടാകും. നോട്ടീസ് പോലും നൽകാതെ രാവിലെ ജോലിക്ക് എത്തുമ്പോൾ പറയുന്നു, നിങ്ങൾക്കിവിടെ ജോലിയില്ല, നിങ്ങൾ പോയിക്കോന്ന്. കൊച്ചിയിൽ സമരം അരങ്ങേറി. എന്നാലും കമ്പനികൾ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നില്ല. ഒടുവിൽ കൂടുതൽ മാസത്തെ ശമ്പളം നൽകി പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനം, അല്ലാതെ തൊഴിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനല്ല. അതൊരു പ്രശ്ന പരിഹാരം അല്ല അവർ നിർദ്ദേശിക്കുന്നത്. ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ചെന്നൈയിലും മുംബൈയിലും കൊൽക്കത്തയിലും അടക്കം ഇന്ത്യൻ നഗരങ്ങളിൽ വൻകിട കമ്പനികൾ ഈ മോദി സർക്കാർ പാസാക്കിയ തൊഴിൽ നിയമത്തിന്റെ ബലത്തിൽ തൊഴിലാളികളെ കൂട്ടം കൂട്ടമായി കുരുതിക്ക് കൊടുക്കുകയാണ്. ആ നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരിടത്തു നിന്ന് പിരിച്ചുവിട്ടാൽ മറ്റൊരിടത്തോ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. യുവതയൊന്നാകെ, ഉന്നത വിദ്യാഭ്യാസം നേടിയ സമൂഹം ഒന്നാകെ രോഷത്താൽ ഇരമ്പി ആർക്കുകയാണ്. പാറ്റ സമരത്തെ ഇപ്പോഴത്തെ ഘട്ടം കൂടി ചേർത്ത് വായിച്ചാൽ ഭാവിയിൽ സർക്കാരിന്റെ അടിവേരിളക്കുന്ന പ്രതിഷേധത്തിലേക്ക് അത് നീങ്ങിയേക്കും. ഏറ്റവും ഒടുവിൽ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആ ആവശ്യം അതുകൊണ്ട് തന്നെ അതിപ്രധാനമാണ്. യുവാക്കളുടെ തൊഴിൽ സംബന്ധിച്ച് വ്യക്തമായ നയം പ്രഖ്യാപിക്കുക എന്നത്. കേന്ദ്ര സർക്കാർ ഭയക്കുന്നതും പുതിയ തൊഴിൽ നിയമത്തിന്റെ തുടർച്ചയായി രൂപപ്പെടാനിടയുള്ള കനത്ത പ്രതിഷേധം ഏതു മട്ടിൽ ഇനി മാറും എന്നത് തന്നെയാണ്. അതിന്റെ പാർലമെന്റ് മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ CJPയുടെ സമരം കേന്ദ്ര സർക്കാരിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. സാധാരണ പ്രതിഷേധം എന്ന നിലയിൽ തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യം. കാരണം പ്രതിഷേധത്തിന്റെ കേന്ദ്ര വിഷയം രാജ്യത്തെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവിയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം പാർലമെന്റിൽ ഉയർത്തും എന്ന സൂചനകൾ വ്യക്തമാണ്. നിലവിൽ സോനം വാങ്ചുക്കിന് പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുകയും സമരപ്പന്തലിലടക്കം പോവുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാകെ നേരിട്ട് പിന്തുണ അറിയിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ DYFIയും SFIയും വരെയുള്ള സംഘടനകൾ സമരപ്പന്തലിൽ സജീവമായി ഉണ്ട്. കോൺഗ്രസ് അനുകൂല നിലപാട് നേരിട്ട് പോയിട്ടില്ലെങ്കിലും അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സംവിധാനത്തിലെ വിശ്വാസ്യത പ്രതിസന്ധി, തൊഴിലില്ലായ്മ, പ്രതിഷേധം നടത്തിയവർക്കെതിരായ പോലീസ് നടപടി, ഇവയെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം ഉയർത്താനിടയുള്ള കാര്യം തന്നെയാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ ആദ്യ ദിനം മുതൽ തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് രംഗത്താണ്. സർക്കാർ ഇതുവരെ സ്വീകരിച്ച സമീപനത്തിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. ആദ്യം സമരത്തെ അവഗണിച്ചു, സമരപ്പന്തലടക്കം പൊളിച്ചു. സമരം പൊളിക്കാൻ നീക്കം നടത്തി സർക്കാർ. പാർലമെന്റ് സമ്മേളനം കൂടി വന്നതോടെയാണ് പ്രതിരോധത്തിലായത്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ചർച്ചാ നാടകം നഡ്ഡയുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചർച്ചകൾ പ്രശ്നപരിഹാരത്തിനായാണോ അതോ രാഷ്ട്രീയ സമ്മർദ്ദം കുറക്കാനുള്ള കുതന്ത്രം മാത്രമാണോ എന്ന സംശയം CJP നേതൃത്വത്തിലും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നും പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുമുള്ള തൊടുന്യായമാണ് കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ നടക്കുന്നുണ്ട്, പ്രതിസന്ധികളിലാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ആരോപണങ്ങൾ ഉയർന്ന ഇടങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നും സർക്കാരിന്റെ പറച്ചിൽ അതുകൊണ്ട് തന്നെ വിശ്വാസ്യത ഉള്ളതല്ല. എന്നാൽ ഓരോ തവണയും ക്രമക്കേടുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്താണ് കാര്യം? ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങളാണ്, നടപടികളാണ് വേണ്ടത് എന്നത് സമര നേതൃത്വം മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. ആദ്യം CJPയെയോ പിന്നീട് സോനം വാങ്ചുക്കിനെയോ പരിഗണിക്കുക പോലും ചെയ്യാതിരുന്ന BJPയും സർക്കാരും ഇപ്പോൾ അവരുടെ സമ്മർദ്ദം കുറക്കുന്നതിനായുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. CJP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, സോനം വാങ്ചുക്ക് ഒരു രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം വിദ്യാഭ്യാസം, പരിസ്ഥിതി, ലഡാക്കിന്റെ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അത്തരമൊരു ആൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരാഹാര സമരത്തിൽ ഇറങ്ങിയതും പിന്നീട് ആരോഗ്യനില മോശമാവുകയും അതിന്റെ തുടർച്ചയായി ബലമായി പ്രാദേശിക ഗുണ്ടകളെ പോലെ പെരുമാറിയതും പ്രതിഷേധത്തിന് ദേശീയതലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തു. സമരത്തെ ഒരു നിയമസമാധാന പ്രശ്നമായി മാത്രം കാണുകയാണ് കേന്ദ്രം. അങ്ങനെ ആകില്ലെന്നും അത് സമൂഹത്തിന്റെ ആശങ്കകളുടെ പ്രകടനമാണെന്നും ഇപ്പോൾ സമരത്തിനൊപ്പം അണിനിരുന്ന ആളുകൾ ഒരുമിച്ച് പറയുന്നു. BJPയാണ് മോദീസമാണ് ഇപ്പോൾ പറയുന്നതായിരിക്കില്ല നാളെ ചെയ്യാൻ പോകുന്നത്. സമരം പൊളിക്കാൻ ഏതു വഴിയും സ്വീകരിച്ചുള്ള മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് പക്ഷേ അത്ര എളുപ്പമല്ല. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യചോർച്ചയും തൊഴിൽ നഷ്ടങ്ങളും തൊഴിൽ നിയമങ്ങളുടെ ആഘാതവും രാജ്യത്താകെ വൈകാരിക പ്രശ്നമായി ഉയർന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികളും യുവാക്കളും മാത്രമല്ല മുതിർന്നവരും പങ്കാളികളാകുന്ന രാജ്യം ഒന്നാകെ പിടിച്ചുലയ്ക്കുന്ന സമരപ്രക്ഷോഭത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കർഷക പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതുപോലെ ഇതിനെ നേരിടാം എന്നാണ് മോദി സർക്കാരിൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇത് അസാധാരണ സാഹചര്യമാണ്. ജെൻസി യുവത ഒന്നാകെ അവരുടെ
മാധ്യമങ്ങളിൽ പ്രതിഷേധത്തിന്റെ മുഖമായി വൈറൽ സമരങ്ങൾ തീർക്കുകയാണ്. അത് പിന്നീട് സ്വാഭാവികമായി പടരുന്നു. മോദി സർക്കാർ രണ്ട് വൈകാരിക പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന കാഴ്ചയാണ്. ഒന്ന് അയോധ്യയിലെ അമ്പലക്കൊള്ള, രണ്ട് യുവാക്കളുടെ രോഷം. ഇത് രണ്ടും വൈകാരികമായി കഴിഞ്ഞു. ആദ്യത്തേത് വിശ്വാസികളുടെ കാര്യം, ഞങ്ങൾ ഹിന്ദുക്കൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് BJPയുടെ അടിവേരിളക്കുന്ന പരിപാടിയിലേക്ക് നേതാക്കൾ തന്നെ എത്തിക്കഴിഞ്ഞു. വസ്തുതകൾ പക്ഷേ ജനം മനസ്സിലാക്കുന്നുണ്ട്. വിശ്വാസം രാഷ്ട്രീയ കച്ചവടവും പിന്നീട് അത് സമ്പത്ത് കൊള്ളയടിക്കലും മാത്രമോ എന്ന BJPക്ക് ഇത് അങ്ങനെ ഒരു അജണ്ട മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല. മനുഷ്യൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുകയാണ്, നിത്യജീവിതത്തെ കുഴപ്പത്തിലാക്കുകയാണ്. അതിനെ അടിച്ചമർത്താനുള്ള സകല കണക്കുകൂട്ടലുകളും പാളി നിൽക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ആ സമരത്തെ നേരിടാൻ ഇതല്ല വഴിയെന്ന് ജനം അങ്ങോട്ട് പറയുകയാണ്. അന്തം വിട്ടവൻ എന്തും ആയുധം എന്ന് പറഞ്ഞ് ഇനിയും പോലീസിൻ്റെ ശക്തി ഉപയോഗിച്ചുള്ള നീക്കം നടത്തിയാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ആലോചിക്കുന്നവരും അപ്പുറത്താണ്. പൊളിച്ച സമരപ്പന്തലിലേക്ക് സമരക്കാർ തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇന്റർനെറ്റ് നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തി സമരം പൊളിക്കാനുള്ള ആലോചന ഭരണതലത്തിൽ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒരു സമരപ്പന്തൽ പൊളിച്ചു മാറ്റാം, പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാം, ഇന്റർനെറ്റ് കട്ട് ചെയ്യാം, നിരാഹാര സമരം ബലമായി അവസാനിപ്പിക്കാം, പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും കളിയാക്കി മോദിക്ക് തടി കഴിച്ചിലാക്കാം. എന്നാൽ രാജ്യമെങ്ങും അലയടിക്കുന്ന, ഡൽഹിയിൽ മുഴങ്ങുന്ന മുദ്രാവാക്യം ജനരോഷം, രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് കൈ കഴുകുക എളുപ്പമേ അല്ല. കാരണം ഇത് സ്വാഭാവികമായി പൊതുമധ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംഘവും സംഘടനയും പ്രതിഷേധവും രോഷവുമാണ്. ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുന്ന ചോദ്യം അവിടെ മുഴങ്ങുന്നു എന്ന് മാത്രം. അരക്ഷിത യുവതയുടെ ചോദ്യം, അത് രാജ്യത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും ചോദ്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങൾ പരീക്ഷകൾക്കും ജോലിക്കും വേണ്ടി ചെലവഴിക്കുന്ന യുവജനങ്ങൾ അരക്ഷിതരായിരിക്കുന്നു. അവർ അവിടെ ഇരുന്ന് ചോദ്യം ചോദിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്, രോഷം കൊള്ളുകയാണ്. കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഭരണകൂടം ഇങ്ങനെ ഈ സമീപനം കൈക്കൊണ്ടാൽ, പ്രതിഷേധത്തെ നിയമസമാധാന പ്രശ്നമായി മാത്രം കണ്ട് അടിച്ചമർത്തിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം അസാധാരണമായിരിക്കും. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.